ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പഴയ നിയമത്തിലെ ഒരു സുന്ദരമായ പുസ്തകമാണ് യൂദിത്തിന്റെ പുസ്തകം. യൂദിത്ത് ഒരു വിധവയായിരുന്നു. ആരും സഹായിക്കാനില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു യൂദിത്ത്. ഈ യൂദിത്ത് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മളോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. യൂദിത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 11-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദിതരുടെ സഹായകനുമാണ്. അവശരെ താങ്ങുന്നവനും നിരാധരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യൂദിത്ത് എന്ന വിധവ തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം എഴുതി വച്ചിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അനാഥർക്ക് ദൈവം സംരക്ഷണം നൽകും. ആരും സഹായിക്കാനില്ലാത്തവർക്ക് ദൈവം സംരക്ഷണം നൽകും. ഒറ്റപ്പെട്ടും ഭാരപ്പെട്ടും കഴിയുന്നവർക്ക് ദൈവം സംരക്ഷണം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ഈ പോട്ടാശ്രമത്തിൽ വരുന്ന പ്രാർത്ഥിക്കുന്ന ഒട്ടുമുക്കാലും മനുഷ്യരുടെ ഉള്ളിലുള്ള വലിയ ഒരു അസ്വസ്ഥതയാണ്, ഞങ്ങൾക്ക് ആരുമില്ല, എൻ്റെ കൂടെ ആരുമില്ല, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ ആരുമില്ല, എനിക്ക് നീതി നടത്തിത്തരാൻ ആരുമില്ല, എൻ്റെ വീട്ടിൽ ഞാൻ ഇങ്ങനെ അസ്വസ്ഥത അനുഭവിക്കുന്നു, സഹിക്കുന്നു, ഇന്ന വ്യക്തിയിൽ നിന്ന് ഞാൻ ഇങ്ങനെ സഹിക്കുന്നു എന്ന് തുടങ്ങി മറ്റുള്ളവർ നമ്മളെ നിസ്സഹായരാക്കുന്നു. നമുക്ക് കഴിവില്ല, നമുക്കാരുമില്ല, നമ്മൾ പറഞ്ഞാൽ ആരും കേൾക്കുന്നില്ല. അപ്പോൾ എന്തു ചെയ്യും? പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഭാരപ്പെട്ട് ആയിരിക്കുന്ന ഓരോ വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദൈവവചനമാണ് ഇന്ന് യൂദിത്ത് എന്ന സ്ത്രീ നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്ക് ഈ വചനം ഒന്ന് ഏറ്റുപറഞ്ഞ് ഈ വചനത്തിൻ്റെ അഭിഷേകം ഒന്ന് പ്രാപിക്കാം. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് ഒച്ചത്തിൽ ഏറ്റുപറയണം. യൂദിത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 11-ാം തിരുവചനം. അവിടുത്തെ ശക്തി സംഖ്യയെയോ അവിടുത്തെ പ്രതാപം ശക്തന്മാരെയോ ആശ്രയിക്കുന്നില്ല. അവിടുന്ന് എളിയവരുടെ ദൈവവും മർദ്ദകരുടെ സഹായകനുമാണ്. അവശരെ താങ്ങുന്നവനും നിരാധാരരെ പരിപാലിക്കുന്നവനും ആശയറ്റവരെ രക്ഷിക്കുന്നവനുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ വലിയ പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടെ വേണം ഈ ശുശ്രൂഷയിലായിരിക്കാൻ. കാരണം എന്താണ്? നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ ഒറ്റപ്പെടുത്താത്ത, നമ്മളെ മാറ്റി നിർത്താത്ത, നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവം ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 18-ാം തിരുവചനം. വചനത്തിൽ പറയുന്നു, അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തിക്കൊടുക്കുന്നു. അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തിക്കൊടുക്കുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം ആരും തുണയില്ലാത്തവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി അധ്വാനിക്കുന്നു, അവരുടെ കാര്യങ്ങൾ ശരിയാക്കി കൊടുക്കും. നിന്റെ ജീവിതത്തിൽ നീ ഇന്ന് അനുഭവിക്കുന്ന ഭാരം അതെന്താണോ, നീ ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണോ, ഇതാ നിനക്ക് വേണ്ടി വചനം പഠിപ്പിക്കുകയാണ്. ദൈവം നിനക്ക് വേണ്ടി നിലകൊള്ളും. അതുകൊണ്ടാണ് സങ്കീർത്തനം 27 അതിൻ്റെ 10-ാം തിരുവചനത്തിൽ പറയുന്നു, ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 27 വേഴ്സ് 10, അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവ് എന്നെ കൈക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് നമ്മുടെ ജീവിതത്തിൽ അത്രയും പ്രിയപ്പെട്ട നമ്മുടെ അപ്പനും അമ്മയും നമ്മൾ ഉപേക്ഷിച്ചാലും,
കർത്താവ് നമ്മളെ കൈക്കൊള്ളും. കർത്താവ് നമ്മുടെ കൂടെ നിൽക്കും. ഈ വചനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലാകണമെന്നില്ല. എന്നാൽ തത്തുല്യമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവും. ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ഇത് നന്നായിട്ട് മനസ്സിലാവും. സങ്കീർത്തകനായ ദാവീദ് സങ്കീർത്തനം അതിൻ്റെ 35-ാം അധ്യായം 10-ാം തിരുവചനം വചനം പറയുന്നു, അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? ബലഹീനനെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു. ഒന്നും കൂടെ ശ്രദ്ധിക്കണം. അങ്ങേക്ക് തുല്യനായി ആരുണ്ട്? ദാവീദ് പറയാണ്, ബലഹീനനെ ശക്തരിൽ നിന്നും ദുർബലനും ദരിദ്രനുമായവനെ കവർച്ചക്കാരിൽ നിന്നും അങ്ങ് രക്ഷിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ബലഹീനൻ പറഞ്ഞേ, ബലഹീനൻ, ബലഹീനൻ. നമ്മൾ ബലഹീനരാണ്, ബലം കുറഞ്ഞവരാണ്. നമുക്കപ്പോ ശക്തരിൽ നിന്നും ഒരു സംരക്ഷണം വേണം. നമുക്ക് മറ്റുള്ളവരെ പോലെ വലിയ കഴിവുകൾ ഉണ്ടാവണമെന്നില്ല, മറ്റുള്ളവരെ പോലെ ആൾബലം ഉണ്ടാവണമെന്നില്ല, അവരെ പോലെ അധികാരം ഉണ്ടാവണമെന്നില്ല, മറ്റുള്ളവരുടെ പോലെ ആൾക്കൂട്ടത്തിൻ്റെ ബലവും അവരുടെ പോലെ കാര്യപ്രാപ്തി ഉണ്ടാവണമെന്നില്ല. എന്നാൽ നീ ബലഹീനനാണോ, നിനക്ക് ബലം തരുന്നത് സർവശക്തനാണെന്ന് വചനം പഠിപ്പിക്കുകയാണ്. ദുർബലൻ, ദുർബലൻ, ബലം കുറഞ്ഞവൻ, ദരിദ്രൻ അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഭാരപ്പെടുന്ന ഓരോരുത്തരും വിശ്വസിക്കണം, സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി നിലകൊള്ളും. സർവശക്തനായ ദൈവം നിന്റെ കാര്യത്തിൽ ഇടപെടുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സങ്കീർത്തനം അതിൻ്റെ 10-ാം അധ്യായം 18-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു, അനാഥർക്കും പീഡിതർക്കും അങ്ങ് നീതി നടത്തി കൊടുക്കും. നേരത്തെ പറഞ്ഞ വചനത്തിന്റെ തുടർച്ചയാണ്. സങ്കീർത്തനം 68 വചനം 5, അനാഥർക്ക് പിതാവും വിധവകൾക്ക് സംരക്ഷകനുമാണ്, അഗതികൾക്ക് വസിക്കാൻ ദൈവം ഇടം കൊടുക്കുന്നു. ദൈവം ഇടം കൊടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കാരുമില്ല എന്ന് ചിന്തിച്ചാലും നീ വിശ്വസിക്കണം, നിനക്കിടം തരുന്ന, നിന്നെ ചേർത്ത് പിടിക്കുന്ന സർവശക്തനായ ദൈവമുണ്ട്. മറ്റൊരു സുന്ദരമായ വചനം സങ്കീർത്തനം 40-ാം അധ്യായം 17-ാം തിരുവചനമാണ്. ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്, എങ്കിലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. അങ്ങെൻ്റെ സഹായകനും വിമോചകനുമാണ്. ദാവീദ് പറയാണ്, ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ്. ഞാൻ ദരിദ്രനാണെന്ന് മാത്രമല്ല, പാവപ്പെട്ടവനാണ്, എങ്കിലും കർത്താവിന് എന്നെ പറ്റി കരുതലുണ്ട്. അങ്ങെൻ്റെ സഹായകനും വിമോചകനുമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സങ്കീർത്തകനായ ദാവീദ് വീണ്ടും പറയുന്ന മറ്റൊരു സുന്ദരമായ വചനം സങ്കീർത്തനം 146 വചനം 9, കർത്താവ് പരദേശികളെ പരിപാലിക്കുന്നു, വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 14-ാം തിരുവചനം. പ്രഭാഷകൻ, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 35 വേഴ്സ് 14, അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. അവിടുന്ന് അവഗണിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിഗണിക്കും. അനാഥന്റെ, വിധവയുടെ, ആരുമില്ലാത്തവരുടെ പ്രാർത്ഥന കർത്താവ് പരിഗണിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവരെ, ഈ വചനങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്നറിയാവോ? ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ചിന്തിക്കുകയാണ്, എനിക്ക് ആരുമില്ല, എനിക്ക് നീതി നടത്തി തരാൻ ആരുമില്ല, എൻ്റെ വീട്ടിലുള്ളവർക്ക് എന്നെ പരിഗണനയില്ല, എൻ്റെ കാര്യത്തിൽ ആർക്കും ഒരു ശ്രദ്ധയില്ല, ഞാനിങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുന്നു, ഭാരപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള സന്ദേശമാണ്. ഈ ദിവസം ഈ പോട്ടാശ്രമത്തിലെ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് നിന്റെ മേൽ കൃത്യമായി ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഓരോ മേഖലയിലും ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 2 കരങ്ങൾ ശിരസിൽ ഒന്ന് കമഴ്ത്തി വെച്ച്, 2 കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ച്, കർത്താവ് ഈ ദിവസം കർത്താവിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് നയിക്കട്ടെ.
ഈശോയെ, ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകർ, ഓൺലൈൻ ശുശ്രൂഷയിലൊക്കെ ഉള്ളവരുണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ മേൽ അത്ഭുതകരമായ ദൈവീക ഇടപെടലുണ്ടാവട്ടെ. പ്രത്യേകിച്ച് ശിരസ് മുതൽ ഉള്ളംകാൽ വരെ ഏതെല്ലാം തരത്തിലുള്ള ഭാരത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ ആ ഭാരമെല്ലാം കർത്താവ് എടുത്തു മാറ്റട്ടെ. വലിയൊരു വിശുദ്ധീകരണം ആ വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് ശാരീരികമായ രോഗപീഠകളാൽ വലയുന്നവർ, ആരും സഹായിക്കാനില്ല, രോഗങ്ങൾ, പീഡകൾ, സങ്കടങ്ങൾ, ഭാരങ്ങൾ, കർത്താവെ, ഈ മേഖലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായി എന്നിൽ പ്രവർത്തിക്കണമേ. മനസ്സിലെ വലിയ ഭാരം, ആരും മനസ്സിലാക്കുന്നില്ല, കൂടെ ആരുമില്ല, ഒറ്റപ്പെട്ട ജീവിത അനുഭവം, കർത്താവിൻ്റെ ആത്മാവ് ആ മേഖലകളിൽ അതിശക്തമായി ഇടപെടട്ടെ. തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. കൃപയ്ക്കുമേൽ കൃപ കർത്താവ് ചൊരിയട്ടെ. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ശിരസ് മുതലുള്ളങ്കാൽ വരെ ദൈവത്തിൻ്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് ഇടപെടട്ടെ. കരങ്ങൾ ശിരസിൽ കമഴ്ത്തി വെച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവെ ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്ന കർത്താവ് വിഷയത്തിൽ ദൈവികമായ ഇടപെടലുണ്ടാവട്ടെ. തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. ഹല്ലേലൂയ. നെറ്റിയിൽ കുരിശടയാളം വരച്ച് നമുക്ക് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാം. കർത്താവെ, എൻ്റെ ശിരസ് മുതൽ ഉള്ളംകാല് വരെ ഇന്നത്തെ ദിവസത്തിൽ അഭിഷേകം നിറയട്ടെ. രണ്ട് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വിഷയം മനസ്സിൽ ഓർക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് ഓർക്കുക. കർത്താവെ, ഇതാ ഇപ്പോൾ ഈ പരിശുദ്ധ അൽത്താരയിൽ ഞങ്ങൾ ഈ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്നത്തെ ഞങ്ങളുടെ ശുശ്രൂഷ വഴി ഈ വിഷയങ്ങളിൽ ഒരു ഉത്തരം ഉണ്ടാവണം. തടസ്സങ്ങൾ കർത്താവ് എടുത്ത് മാറ്റണം, ആഗ്രഹിക്കണം. ഒരുപക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടാവും, ആർക്കും എന്നെ മനസ്സിലാവുന്നില്ല, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എന്നെ വേണ്ട, ഞാൻ എത്ര നന്മ ചെയ്താലും അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ കണക്ക് പറയുന്നു, ഭാരപ്പെടുത്തുന്നു, എന്നെ ഒരു കറിവേപ്പിനെ പോലെ മാറ്റി നിർത്തുന്നു. ഭാരം ഉണ്ടാവും, അങ്ങനെയുള്ളവരുണ്ട്. അതുകൊണ്ടത് സമർപ്പിക്കുകയാണ്. കർത്താവെ, ഈ വിഷയങ്ങളിലൊക്കെ കർത്താവെ അത്ഭുതകരമായിട്ട് ഇടപെടണമേ. ഒരു പുതിയ അഭിഷേകം ഇന്നത്തെ ശുശ്രൂഷ വഴി എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണമേ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ നിറയട്ടെ. ആഗ്രഹിക്കണം. ഒന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോ ആരാധന, ഈശോ ആരാധന, ഈശോ ആരാധന, ഈശോ ആരാധന, ഈശോ ആരാധന, ഈശോ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ശക്തി നമ്മിലേക്ക് ചുരിയട്ടെ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം നൽകണമേ, വിശുദ്ധി നൽകണമേ, സംരക്ഷണം നൽകണമേ, തടസ്സങ്ങൾ മാറണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കഴുകണമേ, കഴുകണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എൻ്റെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും വിശുദ്ധീകരിക്കണമേ.
വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, അവിടുത്തെ തിരുക്കുമാരന്റെ തിരുരക്തത്താൽ എന്റെ മനസ്സിലെ ഭാരങ്ങൾ, ദുഃഖങ്ങൾ, നിരാശ, ആകുലത, ഭയചിന്തകൾ, യേശുവേ, 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 തിരുരക്തത്താൽ കഴുകി സൗഖ്യപ്പെടുത്തണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായി നമ്മിൽ ഇടപെടട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്നൊരിക്കൽ കൂടെ ഒന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ ദേശമുണർന്ന